സമയം ഇപ്പോൾ ഏതാണ്ട് 8:30 ആവുന്നു. ഞങ്ങൾ വെളിയിലോട്ട് പോവാം. ഞങ്ങളല്ല, ഞാനും അച്ചാച്ചനും കൂടെ കേട്ടോ. ബാ, സ്കൂട്ടിയിലാണ് പോകുന്നത് കേട്ടോ. ഞായറാഴ്ചയല്ലേ, കുറച്ച് നാളായി കേട്ടോ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിച്ചിട്ട്. അപ്പോൾ എന്തെങ്കിലും മോളെന്തോ വേണമെന്ന് പറഞ്ഞപ്പോൾ മേടിക്കാനായിട്ട് ഇറങ്ങുന്നതാ കേട്ടോ. ഹെൽമെറ്റ് എടുത്ത് വെക്കട്ടെ വണ്ടിയിലോ. അപ്പോൾ ഇവിടെ കൊണ്ട് ഹെൽമെറ്റ് എടുത്ത് വെക്കട്ടെ. അന്ന് വെച്ചതാ, ഇത് ഫോണ് പിടിച്ചോണ്ട് വെക്കാൻ പറ്റില്ല. ഗേറ്റ് തുറന്നിട്ടില്ല, ഗേറ്റ് തുറക്കാതെ ഇറങ്ങിക്കോ. അപ്പോൾ ഇനി അവിടെ ഹോട്ടലിൻ്റെ മുന്നിൽ ചെന്നിട്ട് കാണാം, എന്താ മേടിക്കുന്നത് നോക്കാം. ഈ സ്കൂട്ടിൽ കയറാം. ഓക്കെ, ടാറ്റാ. വണ്ടി എടുക്കും. അപ്പോൾ നമുക്ക് പോയി മേടിച്ചുകൊണ്ട് വരാം. ഞാൻ വീഡിയോ എന്താ മേടിക്കുന്നത് ചോദിച്ചാൽ കുഴിമന്തി. നമ്മൾ കുഴിമന്തി മേടിക്കാൻ വന്നതാട്ടോ. ഞാനിങ്ങനെ ഇവിടെ നിന്ന് വായി നോക്കാമെന്ന് വിചാരിച്ചു. അച്ചാച്ചൻ പോയി മേടിച്ച് വരട്ടെ. അച്ചാച്ചൻ പോകുന്നു നടന്ന് മേടിക്കാനായിട്ട്. നമ്മൾ വീട്ടിൽ നിന്ന കോലത്തിൽ ഞാനിങ്ങനെ ഇറങ്ങി വന്നു കേട്ടോ. നമുക്ക് പിന്നെ എന്താ പറയുന്നത്, നമുക്ക് പിന്നെ ജാടകൾ ഒന്നും ഇല്ലല്ലോ. നമ്മളിട്ടിരുന്ന ഡ്രസ്സിലൊക്കെ ഇറങ്ങി വന്നതുകൊണ്ട് നമുക്ക് കടയിലൊന്നും കയറാനൊരു ചമ്മൽ. അപ്പോൾ അങ്ങനെ കുത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് നല്ല വണ്ടിയുടെ മുകളിൽ കണ്ടില്ലേ. അച്ചാച്ചൻ അവിടെ ചെന്ന് ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, നോക്കുന്നു. അവിടെ ഇരുന്നോ, ഞാൻ വരത്തില്ല. ഞാൻ വീട്ടിൽ നിന്നേ പറഞ്ഞിട്ടാണ് വന്നത്, ഞാൻ വെളിയിൽ ഇറങ്ങില്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങത്തില്ല, അതുകൊണ്ട് സ്കൂട്ടി എടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് കൂടെ കേട്ടോ. എങ്ങോട്ടിറങ്ങിയാലും കൂടെ കൊണ്ടുപോകാൻ വിളിക്കും. അപ്പോൾ ചില സമയത്ത് നമുക്കൊരു മൂഡും ഉണ്ടാകത്തില്ല കൂടെ പോകാൻ. ഇന്നിപ്പോൾ ഒരു മൂഡ് കയറി ഇങ്ങി പോകുന്നതാട്ടോ. ഇന്നിപ്പോൾ ഒരു ഇഷ്ടം തോന്നി ഇങ്ങനെ പോകുന്നതാണ്. ചില സമയത്ത് പിന്നെ വീട്ടിൽ നിൽക്കുന്ന കോലത്തിൽ ഇറങ്ങി വരാനും ഡ്രസ്സ് മാറാനൊന്നും ഇങ്ങനെ തോന്നത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഭാര്യയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴും കടയിലൊക്കെ ഇറങ്ങി പോകുമ്പോഴും ചുമ്മാ അതൊക്കെ ഒന്ന് ചോദിച്ചേക്ക് കേട്ടോ, കൂടെ വരുന്നോ ഇല്ലേന്നൊക്കെ. അവർക്കൊരു സന്തോഷമാകുമെന്നതൊക്കെ കേട്ടോ. ഇത് കഴക്കൂട്ടത്താണ് കേട്ടോ. കഴക്കൂട്ടത്തുള്ള ഹോട്ടലിൽ നിന്ന് ഇവിടുത്തെ മന്തി ഒരു ദിവസം വന്ന് ഞങ്ങൾ കഴിച്ചായിരുന്നു, കഴിഞ്ഞ മാസം കണ്ട്. അപ്പോൾ അത് മോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ അവൾ പറഞ്ഞു വിട്ടതാ ഈ കടയിൽ തന്നെ കയറണേന്ന്. അങ്ങനെ ഞങ്ങൾ ഈ കട തിരക്കി പോകുന്നത് അവിടെ നിന്ന് കേട്ടോ. എപ്പോഴും ഈ വീട്ടിലെ ഫുഡിങ്ങനെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ കഴിക്കുന്നു. അപ്പോൾ വീട്ടിലെ ഫുഡ് എൻ്റെ അച്ചാച്ചനൊക്കെ വീട്ടിൽ വയ്ക്കുന്ന ഫുഡ് തന്നെ ഇഷ്ടം. മോക്കേ ഉള്ളൂ ഹോട്ടൽ ഫുഡിനോട് താല്പര്യം. പക്ഷേ നമ്മൾ ഈ പെണ്ണുങ്ങളെ വേറെ ആരും നമുക്ക് വെച്ച് തരാനൊന്നും ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ തന്നെ എപ്പോഴും വയ്ക്കുന്നത് നമ്മളെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഫുഡല്ലേ നമ്മളെപ്പോഴും കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സ്ത്രീകൾക്കൊരു ഇത് തോന്നും കേട്ടോ, ഒന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വെച്ച് തരാനൊക്കെ ഉണ്ടായിരുന്നെങ്കിലെന്നൊക്കെ ഒരു ആഗ്രഹം തോന്നും. അപ്പോൾ അങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇടയ്ക്ക് കണക്ക് നിങ്ങൾ നിങ്ങളുടെ വൈഫിനെയൊക്കെ ഒന്ന് വെളിയിലൊക്കെ കൊണ്ടുപോയി ഹോട്ടലിലൊക്കെ കൊണ്ടുപോയി ഫുഡൊക്കെ കഴിക്കുന്ന നോക്കണം കേട്ടോ. എന്നെ വെളിയിലുള്ളവർ നോക്കുന്നു, ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്. അവരിങ്ങനെ വന്ന് നോക്കും, ഞാനിത് ആരോടാണ് സംസാരിക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കാമെന്നുള്ളത് പിന്നെ അവർക്ക് മനസ്സിലായത് കേട്ടോ. ഒറ്റയ്ക്ക് സംസാരിക്കുന്നവരുടെ ലക്ഷണം വേറെ അല്ലേ, അപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഏതായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. എപ്പോഴും ഈ എന്താ പറയുന്നത്, ഏതെങ്കിലും ടോപ്പിക്കുകൾ പറഞ്ഞ് മോട്ടിവേഷനോ അതും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കുന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തതാണ് കേട്ടോ. എന്നിട്ട് ആ മുകളിലുള്ള റോഡ് ഇത് കണ്ടോ, ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു തരാം. ഉണ്ട്, മേൽപ്പാലത്തിലൂടെ രാത്രി പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിതും കൊണ്ട് വീട്ടിലേക്ക് പോവാം. ഇനി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ എന്താണെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. കാണാൻ വയ്യ, ടുട്ടതേ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലെത്തി. ഇനി കഴിക്കാൻ പോകാൻ വരുന്നോ കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ വേഷമൊന്നും കണ്ടിട്ടൊന്നും വിചാരിച്ചു ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലൊക്കെ ഇറങ്ങി അങ്ങ് പോവും. ഞങ്ങൾക്ക് എന്താ പറയുന്നത്, വലിയ ആഡംബരോ ജാടകളോ ഒന്നുമില്ല കേട്ടോ, ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് കഴിക്കാം. വാ. എന്തോ അവിടെ രണ്ടും കൂടെ എന്തേ അവന് ദേഷ്യം വരുന്നു, അവനെ ഇട്ടേച്ച് പോയിട്ട്.
അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ഇനി തന്നില്ല എന്ന് പറയരുത്, ദേ വീഡിയോയിൽ വെച്ചിട്ടുണ്ട് ഫുഡ്. അപ്പോൾ ടാറ്റ, ബൈ, ഗുഡ് നൈറ്റ്.